ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചർച്ചയ്ക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ദ സൈലന്റ് ചൈൽഡ് എന്ന ഷോർട്ട് ഫിലിമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഷോർട്ട് ഫിലിമൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്കതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു എക്സ്പ്ലനേഷൻ തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ് ഓവർട്ടൺ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഫേമസ് ഇംഗ്ലീഷ് ആക്ടറായിരുന്നു, അതേപോലെ തന്നെ ഫിലിം മേക്കറൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരേപോലെ തന്നെ ഡയറക്റ്റ് ചെയ്യുകയും കോ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഷോർട്ട് ഫിലിമാണ് ദ സൈലന്റ് ചൈൽഡ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. അപ്പോൾ ആ ഒരു ഷോർട്ട് ഫിലിമിനകത്ത് പറയുന്നത് ഒരു ഡെഫ് ആയിട്ടുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടീനെയാണ് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു 4 year ഓൾഡാണ് ആ കുട്ടി, ഒരു 4 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവൾ ഡെഫാണ്, അവൾക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല, കേൾവി ശക്തി ഇല്ലാത്തൊരു കുട്ടിയാണ്. അങ്ങനെ അവൾ പിന്നീട് ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് പഠിക്കുകയാണ്. നമ്മൾ ആംഗ്യം കൊണ്ട് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യുമല്ലോ. അപ്പോൾ സൈൻ ലാംഗ്വേജ് പിന്നീട് അവൾ പഠിക്കുകയാണ്. ആരിൽ നിന്നും ഒരു സോഷ്യൽ വർക്കർ ആയിട്ടുള്ള ഒരു വ്യക്തി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആളുടെ സഹായത്തോട് കൂടിയിട്ട് ആ പെൺകുട്ടി ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് പഠിക്കുകയാണ്. അതുവരെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറ്റുള്ളവരൊക്കെയും വിചാരിച്ചിരുന്നത്, അതായത് ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പറ്റാതെ അവരുമായിട്ട് കേൾക്കാൻ പറ്റാത്തപ്പോൾ സ്വാഭാവികമായിട്ടും സംസാരിക്കാനും പറ്റില്ല, സൈലൻ്റ് ആയി പോകില്ലേ. അപ്പോൾ കേൾക്കാനും സംസാരിക്കാനും പറ്റാത്ത ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ്, അവൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം എന്താണ്, ഇതൊന്നും എന്താ പറയുക, ആ കുട്ടിയുടെ വീട്ടുകാർ പോലും തിരിച്ചറിയാത്ത ഒരു സിറ്റുവേഷനാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വീട്ടുകാരെ സംബന്ധിച്ചിട്ട് ലിപ്പ് വായിക്കാൻ ആ കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ആയോലോ എന്നാണ് അവരുടെ ഒരു ധാരണ. ലിപ്പ് വായിക്കാൻ പറ്റുക എന്ന് പറയുന്നത് മറ്റൊരാൾ പറയുന്ന കാര്യം കുട്ടിക്ക് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അതേസമയം തിരിച്ച് അങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അത്തരത്തിൽ ശരിയായ രീതിയിൽ അതിനൊരു സൊല്യൂഷൻ കാണുക എന്നൊരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു എന്താ പറയുക വൈകല്യമുള്ള ഒരു കുട്ടിക്ക് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെ ഹാപ്പിയാക്കി വെക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന രീതിക്കൊന്നും തിങ്ക് ചെയ്യാത്ത വീട്ടുകാരും അതേപോലെ തന്നെ ഒരു സിസ്റ്റവും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ അങ്ങനെയുള്ള ആളുകളെയാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവരുടെ ഇടയിലേക്കാണ് ആ കുട്ടി ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സോഷ്യൽ വർക്കർ വരുന്നതും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ കാണാൻ പറ്റുക കേട്ടോ. The Silent Child is a critically acclaimed British short film that poignantly portrays the struggles of a young deaf girl named Libby and the transformative power of sign language. അപ്പോൾ സൈലന്റ് ചൈൽഡ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അതിനകത്ത് ഒരു യങ് ആയിട്ടുള്ള ഒരു കേൾവി ശക്തി ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ നമുക്ക് കാണാൻ സാധിക്കും. അവളുടെ പേരാണ് ലിബി കേട്ടോ, പേര് ഓർത്ത് വെക്കണേ, ലിബി. അപ്പോൾ ആളുടെ ആ ഒരു സൈൻ ലാംഗ്വേജ് വരും, അതുവരെയും ഒരു ഭയങ്കര ഗ്ലൂമി ആയി ഒന്നൊന്നും ചെയ്യാൻ സാധിക്കാതെ കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടി സൈൻ ലാംഗ്വേജ് പഠിച്ചതോട് കൂടിയിട്ട് എത്രത്തോളം അവളുടെ ആ ഒരു പവർ അല്ലെങ്കിൽ അവളുടെ ഒരു എനർജി ഇൻക്രീസ്ഡ് ആയി നമുക്ക് അതിനകത്ത് മനസ്സിലാവും. ദ ഫിലിം ഹൈലൈറ്റ്സ് ഐസൊലേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഡെഫ് ചിൽഡ്രൻ ഓഫൻ ഫേസ് ഇൻ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ ആൻഡ് ദ പ്രൊഫൗണ്ട് ഇമ്പാക്ട് ഓഫ് ഇൻഅഡിക്വേറ്റ് സപ്പോർട്ട് സിസ്റ്റം. ആ ഒരു സിനിമ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ അവർ എത്രത്തോളം ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, എത്രത്തോളം അവർ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ അവർക്ക് എത്രത്തോളം തടസ്സങ്ങളുണ്ട്, ഒരു ഡെഫ് ചൈൽഡ് എന്നുള്ള രീതിയിൽ എത്രത്തോളം അവർ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതൊക്കെ നമുക്കതിനകത്ത് കാണാം. അതേസമയം തന്നെ ഒരു ഡെഫായൊരു പെൺകുട്ടി ആയിട്ട് പോലും അവൾക്ക് ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രശ്നങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കാൻ റെഡിയാവാത്തൊരു സിറ്റുവേഷൻ, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കാര്യമായ രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റങ്ങൾ ഈ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാത്ത എഡ്യൂക്കേഷൻ സിസ്റ്റം, ഫാമിലി, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. It emphasizes the importance of providing deaf children with the tools to communicate, ultimately advocating for inclusivity and understanding. അപ്പോൾ ഇത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഡെഫായിട്ടുള്ള ആ കുട്ടികളൊക്കെ. അപ്പോൾ ഇത് ഏത് ബുദ്ധിമുട്ടുള്ള കുട്ടികളായിക്കോട്ടെ അവരെയൊക്കെ നമുക്ക് ഉദ്ദേശിച്ചു, ഇതിനകത്ത് പെർട്ടിക്കുലർലി ഡെഫായൊരു കുട്ടിയെ കാണിക്കണമെന്ന് മാത്രം. അപ്പോൾ ഡെഫായ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ടൂളുകൾ, നമുക്ക് കേൾക്കാനുള്ള പാകത്തിനുള്ള ടൂളുകൾ, അതേപോലെ തന്നെ അവർക്ക് സംസാരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ലിപികൾ, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കുള്ള സൈൻ ലാംഗ്വേജസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ടൂൾസിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. Directed by Chris Overton and written by and starring Rachel Shenton, it tells the deeply moving story of Libby, a profoundly deaf 6-year-old girl who lives in a well-meaning but emotionally disconnected hearing family. അപ്പോൾ ആ ഒരു പെൺകുട്ടി അവരുടെ ജീവിതകാലം നമ്മൾ കാണുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അവരുടെ ഫാമിലി എന്ന് പറയുന്നത്
ഇവളെ കേൾക്കാൻ തയ്യാറല്ലാത്തവരാണ്. അവൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന അവളെ സംബന്ധിച്ച് അത്രയും വലിയ ഒരു പ്രശ്നത്തിന് അത്ര വലിയൊരു വിഷയമായിട്ട് കൺസിഡർ ചെയ്യാതെ, അല്ലെങ്കിൽ അതിന് ശാശ്വതമായൊരു പരിഹാരം എന്താണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ഫാമിലിയാണ് നമുക്ക് അവിടെ കാണുന്നത്. ലിബീസ് വേൾഡ് ഈസ് വൺ ഓഫ് സൈലൻസ്, ഐസൊലേഷൻ ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അവളുടെ ലോകം എന്ന് പറയുന്നത് എപ്പോഴും നിശബ്ദതയുടെയും ഏകാന്തതയുടെയും തെറ്റിദ്ധാരണകളുടെയും ഒക്കെ ലോകമാണ്. ഹെർ പാരൻസ് ബിലീവ് ദാറ്റ് ലിപ് റീഡിംഗ് ആൻഡ് സ്പീച്ച് തെറാപ്പി വിൽ ബി സഫീഷ്യൻറ്റ് ഫോർ ഹെർ ഡെവലപ്മെന്റ്, നെഗ്ലക്റ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജെന്യുവിൻ കമ്മ്യൂണിക്കേഷൻ ത്രൂ സൈൻ ലാംഗ്വേജ്. അവളുടെ പാരൻസിനെ സംബന്ധിച്ച് ആ കുട്ടിക്ക് സ്പീച്ച് തെറാപ്പി കൊടുക്കുകയോ ലിപ് റീഡിങ് പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവൾക്ക് നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റിന് സാധിക്കുമെന്നാണ് അവരുടെ ധാരണ. പക്ഷേ ഈ ഒരു ലിപ് റീഡിങ് കൊണ്ടോ സ്പീച്ച് തെറാപ്പി കൊണ്ടോ അത് ഒരിക്കലും എന്ത് ചെയ്യില്ല എന്നാ പറഞ്ഞത്. അവളുടെ ഒരു ജെനുവിൻ കമ്മ്യൂണിക്കേഷൻ എന്താണോ കുട്ടികളുടെ കുറവ് അതിനെ പരിഹരിക്കുന്ന രീതി, അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് വരുന്ന തരത്തിലുള്ള ജെനുവിൻ ആയിട്ട് ആ കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങളല്ല ഇതൊന്നും എന്നത് അവർ തിരിച്ചറിയുന്നില്ല. അതിന് വേണ്ടത് സൈൻ ലാംഗ്വേജ് ആണ് എന്ന ഒരു വാസ്തവത്തിലേക്ക് അവർ ശ്രദ്ധ കൊടുക്കുന്നില്ല. Overton manages to capture the mother shuffling between hospitals and the cause of her children, and Libby's father barely leaving the resort for anything other than his job. Overton makes it clear that no one really has time to tend to Libby. അപ്പോൾ ലിബിക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ, അവളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തിങ്ക് ചെയ്യാനോ പ്രാവർത്തികമാക്കാനോ അവിടെ ആർക്കും സമയമില്ല. ലിബിയുടെ അമ്മയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഇവളുടെ കാര്യങ്ങൾക്കാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും കുട്ടികളുടെ കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സമയം ഓടി നടക്കുക എന്നൊരു ഡ്യൂട്ടിയാണ് അമ്മയ്ക്ക് വരുന്നത്. അതേസമയം അച്ഛനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിയെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ സമയമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതിനിടയിൽ അവൾക്ക് വേണ്ടിയിട്ട് ലിബിക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. The turning point in Libby's life comes with the arrival of John, a compassionate social worker played by റേച്ചൽ ഷെൻഡൻ. അപ്പോൾ അവളുടെ ലൈഫിലേക്ക് അങ്ങ് ജോയാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരികയാണ്. വളരെ നല്ല രീതിക്കുള്ള ഒരു സോഷ്യൽ വർക്കറാണ്. അപ്പോൾ ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് റേച്ചൽ ഷെൻഡൻ ആണ്. ജോൺ ഇൻട്രൊഡ്യൂസസ് ലിബി ടു ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ്, unlocking a world of communication, self-expression and emotional connection for the child. അങ്ങനെ ജോൺ എന്ത് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്, ലിബിനെ ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജിൻ്റെ ലോകത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതോടുകൂടി അവൾക്ക് ഒരു വേൾഡ് തന്നെ തുറന്നു കിട്ടുന്ന പുതിയൊരു ലോകം തന്നെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, അവളെ സ്വയം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന, അവളുടെ ഇമോഷൻസ് മറ്റുള്ളവരുമായിട്ട് എന്താ പറയുക കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പുതിയ ലോകത്തിലേക്ക് തന്നെ കുട്ടീനെ എത്തിക്കാൻ വേണ്ടിയിട്ട് സൈൻ ലാംഗ്വേജിനെയും കൊണ്ട് സാധിക്കുകയാണ്. Under Joan's guidance, Libby blossoms into a confident and happy child for the first time. അപ്പോൾ ആദ്യമായിട്ട് ആ കുട്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് അവരെന്ത് ചെയ്യാണ്, ഒരു ഹാപ്പി ആയിട്ടുള്ള വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചൈൽഡായിട്ട് മാറും. അപ്പം നമ്മൾ ലിപ് റീഡിങ് ആയാലും സ്പീച്ച് തെറാപ്പി അതിൻ്റെ ഒക്കെയും റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൺവിൻസ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കുക എന്നതാണ്. പക്ഷേ ഇവിടെ അവൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാനും അവൾക്ക് സെൽഫായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും അവളുടെ ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു എന്നതിൽ കൂടെ അവൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് മാറുകയാണ്. However, the emotional heart of the film lies in its tragic ending. Despite Joan's success, Libby's parents reject continued sign language education and send her to mainstream school without the resources to support her needs. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ് എത്ര അടിപൊളി ക്ലൈമാക്സ് ഒന്നുമല്ല. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ സൈൻ ലാംഗ്വേജ് പഠിക്കുന്നത് ഈ കുട്ടിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഈ പാരൻസ് എന്ത് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാതെ ഒരു സാധാരണ സ്കൂൾ കൊണ്ടുപോയി ചേർക്കണം, മെയിൻ സ്ട്രീം സ്കൂളിൽ. വലിയ സ്കൂളൊക്കെ ആയിരിക്കും, പക്ഷെ അവിടെ എന്തില്ല എന്നാണ് പറയുന്നത്, ഈ കുട്ടിക്ക് വേണ്ടതായിട്ടുള്ള യാതൊരു സപ്പോർട്ട് സിസ്റ്റവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വീണ്ടും പഴയ ഒരവസ്ഥയിലേക്ക് ചുറ്റുപാട് ഒരുപാട് എന്താ പറയുക അവളെ അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന് ശ്രമിക്കാത്ത ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് ആ കുട്ടി വീണ്ടും ചെന്നെത്തുകയാണ്. ലിബി ആൻഡ് ജോൺ പാർട്ട് ഇൻ എ ടിയർഫുൾ ഗുഡ് ബൈ, ലീവിംഗ് വ്യൂവേഴ്സ് ആൻഡ് എ ഹോണ്ടിങ് റിമൈൻഡർ ഓഫ് ഹൗ സൊസൈറ്റി ഓഫൺ ഓവർലുക്സ് ദി നീഡ്സ് ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ. അങ്ങനെ ലിബിയും ജോനും അവിടെ പിരിയുന്നുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് അവളുടെ സൈൻ ലാംഗ്വേജ് പഠിത്തവും കാര്യങ്ങളൊക്കെ അവിടെ നിലച്ചു പോവുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് മനസ്സിലാവും, നമുക്ക് വ്യൂവേഴ്സിന് മനസ്സിലാവുന്നത് എന്താണ്, ആ ഒരു റിമൈൻഡറാണ്. അതായത് സമൂഹം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു ഡിസേബിൾഡ് ആയ ഒരു ചൈൽഡിന് വേണ്ട രീതിയിലുള്ള കെയറോ കാര്യങ്ങളോ കൊടുക്കാൻ റെഡിയല്ല. അവർക്ക് അവരുടേതായ ഒരു ഐഡിയ ഉണ്ട്, അത് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. അല്ലാതെ എന്താണ് ആ കുട്ടിക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സമൂഹം റെഡിയല്ല എന്ന ഒരു സത്യം ആളുകളിലേക്ക് എത്തിക്കുകയാണ്. The film draws strong thematic parallel to the miracle worker, but with a modern, socially conscious twist. The central theme of the film includes communication, inclusion, neglect, and the right to education.
ഈ ഒരു സിനിമയുടെ കഥ നമ്മൾ തീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ മിറാക്കിൾ വർക്കർ എന്ന് പറയുന്ന ഹെലൻ കെല്ലറുടെ ഒരു ഫിലിം വരുന്നുണ്ട്. അതായത് ഹെലൻ കെല്ലറിൻ്റെ ലൈഫിനെ കുറിച്ച്, അവർക്ക് നേരിടുന്ന അവരുടെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ അവർക്ക് നമുക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡിന് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് മനസ്സിലാക്കി തരുന്ന മറ്റൊരു ഫിലിമാണ് ദ മിറാക്കിൾ വർക്കർ. അപ്പോൾ അതിൻ്റെ തീമുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന തരത്തിലുള്ള ഒരു കഥ തന്നെയാണ് ഇതിന് നമുക്ക് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ സോഷ്യലി കോൺഷ്യസ് ആയ ട്വിസ്റ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫിലിമിൻ്റെ സെൻട്രൽ തീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ഇൻക്ലൂഷൻ വരുന്നുണ്ട്, അവഗണനകൾ വരുന്നുണ്ട്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പോയിന്റ്സ് വരുന്നുണ്ട്. It challenges societal and familial misconceptions about deafness and powerfully advocates for access to sign language for deaf children, which is portrayed not as a luxury but as a necessity. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെഫ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് അവർക്ക് ഈ ഒരു എന്താ പറയുക സൈൻ ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലക്ഷറി അല്ല, അവർക്ക് അത് അത്രയും നെസസിറ്റി ആയിട്ടുള്ള അത്രയും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നതുകൂടെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡെഫ് ആയിട്ടുള്ള ആ കുട്ടികളെ കുറിച്ച് ഫാമിലിയുടെയും സമൂഹത്തിൻ്റെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണ ുണ്ട്. അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് സൈൻ ലാംഗ്വേജിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനത്തെ ഒരുപാട് ആശയങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ചിന്താഗതികളെയൊക്കെയും മറിച്ചിടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെയൊക്കെയും മാറ്റി നിർത്തുന്ന തരത്തിലാണ് ഈ ഒരു കഥ വരുന്നത്. റേച്ചൽ ഷെൻഡൻസ് പേഴ്സണൽ എക്സ്പീരിയൻസസ് സിഗ്നിഫിക്കൻ്റ്ലി ഷേപ്പ് ദ നറേറ്റീവ്. അപ്പോൾ റേച്ചൽ ഷെൻഡൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ ഇതിൻ്റെ നറേറ്റീവിനെ ഷേപ്പ് ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർ ഫാദർ ലോസ് ഹിസ് ഹിയറിംഗ് ഡ്യൂറിങ് കീമോതെറാപ്പി വെൻ ഷീ വാസ് ജസ്റ്റ് 12 years old. ആളുടെ അച്ഛൻ കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ആളുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർക്ക് 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വിറ്റ്നസിംഗ് ഹിസ് സ്ട്രഗിൾസ് ഫസ്റ്റ് ആൻഡ് ഇൻസ്പയർഡ് ഹർ ടു ലേൺ സൈൻ ലാംഗ്വേജ് ആൻഡ് ബിക്കം ആൻ അഡ്വക്കേറ്റ് ഫോർ ഡെഫ് അവയർനെസ്. അപ്പം അതിനുശേഷമാണ് അവർക്ക് എന്ത് തിരിച്ചറിയുന്നത്, ആ ഒരു കേൾവി ശക്തി ഇല്ലാത്തൊരവസ്ഥ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നൊരു തിരിച്ചറിവ് വരികയും ഡെഫ് അവയർനെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡെഫ് അവയർനെസ്സിലേക്ക് കൂടുതൽ സമയം അവർ ചിലവഴിക്കാൻ തുടങ്ങുകയും ചെയ്തു. She has been campaigning for over a decade and is a patron of the National Deaf Children Society. National Deaf Children Societyയുടെ പാറ്റേൺ ആയിട്ട് മാറുകയും അതിൻ്റെ പേരിൽ ഒരുപാട് ക്യാമ്പയിൻസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. Shenton has noted that despite her years of activism, the Silent Child has had the greatest impact in raising awareness and sparking conversation about the challenges faced by deaf children in the UK. യുകെയിലുള്ള ഡെഫ് ചിൽഡ്രന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെയും അത് വളരെ വലിയൊരു ചർച്ചാ വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു സിനിമ, ഈ ഒരു ദ സൈലന്റ് ചൈൽഡ് എന്ന് പറയുന്ന സിനിമ മാറിയതായിട്ട് അവർ പറയുന്നുണ്ട്. The film features Maisie Sly, a talented young deaf actress in the role of Libby. അപ്പോൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളതും ഒരു യങ് ഡെഫ് ആയിട്ടുള്ളൊരു ആക്ട്രസ് തന്നെയാണ് മൈസി സിലായ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ക്യാരക്ടർ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. മൈസീസ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആസ് എ പ്രൊഫൗണ്ട് ഡെഫ് ചൈൽഡ് adds depth and authenticity to the story. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സത്യസന്ധത കുറച്ചുകൂടി കൂടുതലാണ്. ഒറിജിനലി ആ ഒരു വ്യക്തി അത്തരത്തിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ. Unlike Libby's fictional family, Maisie's real parents moved to a new place specifically to ensure better support for their daughter. പക്ഷേ നമ്മുടെ ലിബിയുടെ അച്ഛനും അമ്മയും അവൾക്ക് വേണ്ടി കാര്യമായി ശ്രദ്ധ കൊടുക്കാത്തത് പോലെയല്ല നമ്മുടെ മൈസിയുടെ കാര്യം. അപ്പോൾ ആ പെൺകുട്ടിക്ക് അച്ഛനും അമ്മയും കറക്റ്റായ രീതിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവളുടെ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്നും കുറച്ചും കൂടെ നല്ല സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്ക് അവർ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. This shows the contrast between informed and uninformed parenting when it comes to disability. ഡിസബിലിറ്റിയുടെ കാര്യം വരുമ്പോൾ പാരൻറ്റിങ്ങിൽ ഇൻഫോംഡും അൺഇൻഫോംഡുമായി കഴിഞ്ഞാൽ എത്രത്തോളം വ്യത്യാസം വരും. ഇൻഫോംഡ് ആയ ആളുകൾ എങ്ങനെയാണ് ഡിസബിലിറ്റി ഉള്ള മക്കളെ നോക്കുന്നത്, അൺഇൻഫോംഡ് ആയ ആളുകൾ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ള വ്യത്യാസം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. Rachel Shenton stars in the film alongside Maisie Sly, Rachel Fielding and Philip York. അഭിനയിച്ചിട്ടുള്ളവരുടെ കാര്യമായിട്ട് പറയണം. The production team includes Rachel Shenton, Chris Overton, Rebecca Harris and Julie Ford. The film features cinematography by Ali Farahani, editing by Emily Walder and an original score composed by Amir Konjani. The Silent Child was not only a critical success as it won the Oscar for Best Live Action Short Film at the 90th Academy Awards, but it also made a lasting social impact. അതിന് കിട്ടിയ അവാർഡിനെ കുറിച്ചാണ് കേട്ടോ പറയണം. It aired to an audience of 3.6 million on BBC One and remained available on BBC iPlayer for an extended period, further amplifying its reach and message. അതിൻ്റെ റീച്ചിനെ കുറിച്ചാണ് പറയണം. The film also won Best Short Film at the Rhode Island International Film Festival in August 2017. The Silent Child is more than a short film. It is a call to action. ഒരു ഷോർട്ട് ഫിലിം എന്നതിലുപരിയായിട്ട്
ഒരു കോൾ ടു ആക്ഷൻ കൂടിയാണ്. ഇറ്റ് urges സൊസൈറ്റി ടു റെക്കഗ്നൈസ് ദ വൈറ്റൽ ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ലാംഗ്വേജ് ആക്സസ് ഫോർ ഡെഫ് ചിൽഡ്രൻ ആൻഡ് ടു ചാലഞ്ച് ദ മിസ്കോൺസെപ്ഷൻസ് ദാറ്റ് ഐസൊലേറ്റ് ദം. അപ്പോൾ ഈ ഒരു സിനിമയിൽ കൂടെ എന്താ പറയുക, ഇത്തരത്തിലുള്ള ഡെഫ് ആയിട്ടുള്ള കുട്ടികൾക്ക് ലാംഗ്വേജ് ആക്സസ് എത്രത്തോളം അത്യാവശ്യമാണ്, അതേപോലെ തന്നെ അതുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. Through a poignant story, heartfelt performances, and a socially conscious message, the film gives voice to those who have too often been unheard. അപ്പോൾ ഇതുവരെ കേൾക്കാതെ പോയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ശബ്ദമായിട്ട് ഇത് ഉയർന്നു വന്നിട്ടുണ്ട് എന്നൊരു വസ്തുത കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫിലിം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ഇത്രയാണെങ്കിൽ ഒരു ചാപ്റ്ററിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക്